ടെൻഷൻ വേണ്ട ആവശ്യം. കാരണം പിന്നെ കമ്മിറ്റി ടീമല്ലേ, ഫിഫ കംപ്ലീറ്റ് പോലെ പറയാം. പിന്നെ എന്ത് ടെൻഷൻ അവർക്ക്? ഒരു ടെൻഷനും ഇല്ലല്ലോ. പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ, നമ്മളൊരു അർജന്റീന ആരാധകനെ കൂടെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ക്യാമറമാൻ ഇവിടെ നിന്ന് പൊക്കിയിട്ടുണ്ട് കേട്ടോ, ജയ്സൽ ബാബു ബിലാശ്ശേരി. ഞാനിവിടെ വന്നപ്പോ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. വലിയൊരു അർജന്റീന ആരാധകനും കൂടിയാണ്. എന്താണ് ഇന്നത്തെ കളി? നമ്മൾ അർജന്റീന അല്ലാണ്ട് വേറെ ഈ എന്തായാലും എംപാപ്പ 2 ഗോൾ അടിച്ച് മുന്നിൽ നിൽക്കാണ്. പക്ഷെ ഇന്നത്തെ കളിയിൽ മെസ്സി 2 ഗോൾ അടിക്കും. ഗോൾ അടിക്കുന്നതോടൊപ്പം നമ്മൾ കപ്പും നേടും. കാരണം വെച്ചാൽ നമ്മളെ അർജന്റീന എന്ന് കപ്പടിക്കും. എന്ത് പറഞ്ഞാലും അർജന്റീന ഭയങ്കര ആരാധകരാണ്. അല്ല, ഞാൻ ഫുട്ബോളിന്റെ ആരാധകനാണ്. ഈ ഒരു വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ 2 ഉജ്ജ്വല ടീമുകൾ, 2 പ്രത്യേക സ്റ്റൈലിൽ കളിക്കുന്ന 2 ടീം, ഒന്ന് ലാറ്റിനും ഒന്ന് സ്പാനിഷ്. സ്പാനിഷ് എന്ന് പറഞ്ഞാൽ ടിക്കറ്റിലാക്കിയാണ്. പെഡ്രി, റോഡ്രി ഇതേപോലെ പ്ലേയേഴ്സ് ഉള്ള ഒരു സ്പെയിനിനെ ശരിക്കും പറയാൻ മുൻതൂക്കമുണ്ട്. വ്യക്തിഗത പ്രകടനങ്ങൾ മാത്രമല്ല, അർജന്റീന കഴിഞ്ഞ 2 മത്സരങ്ങളിൽ ഏറ്റവും നല്ല മത്സരം അല്ല മാച്ച് കളിച്ചിട്ട് ഫൈനൽ ചെയ്തിരിക്കുന്നു. ഈക്വൽ ആയിരിക്കും, ആരും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു മാച്ച് ആവാനാ ചാൻസ്. പക്ഷെ സ്പെയിനൊരു ചെറിയ മുൻതൂക്കം. കാര്യം കൂടെ ചോദിക്കട്ടെ, നേരത്തെ കുറെ കുട്ടികൾ വന്നിട്ടേ അവർക്ക് നാളെ സ്കൂളിലൊക്കെ അവധി വേണമെന്ന് പറഞ്ഞിരുന്നു. നമ്മളിപ്പോ ജോലിക്ക് പോകേണ്ട കാര്യം എന്താണ്? രാവിലെ എണീച്ചിട്ട് ഇപ്പൊ ലീവ് വേണോ? അത് അവധി തന്നെയല്ലേ നല്ലത്. ഒരു അവധി കൊടുക്കാം നമുക്ക്. വേൾഡ് കപ്പ് അർജന്റീന കൊണ്ടുപോകല്ലേ, അന്നേരം അവധി കൊടുത്താൽ നമുക്ക്. വേൾഡ് കപ്പ് അർജന്റീന കൊണ്ടുവന്ന ശരിക്ക് ഞങ്ങളൊക്കെ എന്തായാലും ഉറക്കൊഞ്ഞ് കാണും. പിന്നെ നടത്തണ്ടെന്ന് പറയണം. അല്ല, കളി നടത്തുന്ന ആളുകൾക്ക് ലീവ് കൊടുക്കണം അർജന്റീനന്റെ. കാരണം കടന്നുറങ്ങാൻ ടെൻഷനുണ്ട്, പുറത്തിറങ്ങാൻ പറ്റൂല. സത്യമായിട്ട് സ്കൂൾ കുട്ടികള് സ്കൂളിൽ പോയിക്കോട്ടെ, ബാക്കിയുള്ള അർജന്റീനന്റെ ഫാൻസ് ഉണ്ട്, ഓര് നാളെ കടന്നുറങ്ങിക്കോട്ടെ. കാരണം സങ്കടം കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റും. പിന്നെ ഞങ്ങൾക്ക് ഇനി കിടന്നുറങ്ങിയാലും കുഴപ്പമില്ല. ഞങ്ങൾ ഫൈനലിലെത്തിയ 2 രാജ്യങ്ങളിലൊന്നും ഞങ്ങളാക്കി. ഞങ്ങൾ ഇന്ന് സ്പെയിൻ ജയിച്ചാൽ ഞങ്ങൾക്ക് വേറെ കാര്യ. അർജന്റീന ആരാധകർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇന്ന് സ്പെയിൻ ജയിക്കൂല എന്നൊന്നും ഞങ്ങൾ പറയുന്നൊന്നുമില്ല. ചിലപ്പോൾ സ്പെയിൻ ജയിക്കും, അതാണ് ഫുട്ബോള്. പക്ഷേ നിങ്ങളെ പോലെയല്ല, ഞങ്ങളെ ജയിക്കും. ഞങ്ങളെ 5 കപ്പുണ്ട്, 6ാമത്തേതിന് കൊണ്ടാക്കാൻ പോകാന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം വീട്ടിൽ പോയിരിക്കുക. അപ്പൊ വീട്ടിൽ പോയിരിക്കുക. ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളെല്ലാം ഇംഗ്ലണ്ടിന്റെ കളിയോട് കൂടി എല്ലാരെയും വായടക്കിക്ക്. അതേ ഞങ്ങൾക്ക് വേണ്ടു. ഞങ്ങള് ഇംഗ്ലണ്ടിന്റെ കളിയോട് കൂടി മെസ്സിയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ലോകത്ത് ഒരു രാജാവേ ഫുട്ബോളിനുള്ളൂ, അത് മെസ്സിയാണ്. അത് തെളിയിച്ചു കഴിഞ്ഞിരിക്കും. അത് മതി ഞങ്ങൾക്ക്. എന്തായാലും വലിയ ആവേശത്തിലാണ്. ഇതോ ഈ കളി സ്ഥലത്തുള്ള ഒരു തർക്കവും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ഇത് കഴിഞ്ഞ അവര് തോളത്ത് കൈയിട്ട് വീട്ടിൽ പോവുകയും ചെയ്യും. വലിയ ഇതിലാണ് അവിടെ ആവേശം നടക്കുന്നത്. എന്തായാലും ഒരാവേശമാണ് നമ്മൾ ഈ കാത്തിരിക്കുന്ന കളി. അത് മണിക്കൂറുകൾ മാത്രമേ ഇനിയിപ്പോ ആ ഒരു കളി നടക്കാൻ ഉള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയുള്ള ആവേശമാണ്. രാവിലെ ഫുട്ബോൾ കളിച്ച് തന്നെ ആവേശത്തിലേക്ക് കയറിയിരിക്കുന്നു. ഇവരുടെ വാക്കുകളിലൊക്കെ നല്ല രസകരമായ കുറെ കാര്യങ്ങളുണ്ട്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. ഇന്നിപ്പോ ഈ ഒരു ഫലം വരുമ്പോൾ എങ്ങനെയായിരിക്കും? അർജന്റീന ആരാധകർക്ക് സന്തോഷമാണോ, നിരാശയാണോ? സ്പെയിനിന്റെ ആരാധകർക്ക് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്കിനി കാത്തിരുന്ന് കാണാം. മണിക്കൂറുകൾ മാത്രമല്ലേ ബാക്കിയുള്ളൂ.